ഒരു കുരിശ് വെക്കാൻ വേണ്ടി വന്ന കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. മീനടം യാക്കോബായ പള്ളിയിലെ കുരിശില് ചുവപ്പ് കളറാക്കാൻ വേണ്ടിയിട്ട് പള്ളിയുടെ മുകളിലത്തെ കുരിശ് അവത്തെ റെഡ് കളർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആണ് എല്ലാ പള്ളികളിലെയും പള്ളിയുടെ മുകളിലത്തെ കുരിശ്, ഫ്രണ്ടിലെ കുരിശൊക്കെയും ഓരോ കളർ റെഡ്, ബ്ലൂ അങ്ങനെ ഓരോ കളറുകൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും ഹൈറ്റ് ഉള്ള പള്ളിയാണ്. ആ പള്ളിയുടെ മുകളിൽ അവിടെ കയറണം, അവിടെ കയറി വേണം ഈ കുരിശ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ചേട്ടച്ചാര് ജോമോൻ, പുള്ളിക്ക് ഈ അക്കർലക്കിൻ്റെ ഒക്കെ വർക്കാണ്, ഈ LED ബോർഡും ഇതാണ് ചേട്ടച്ചാര് കേട്ടോ. അപ്പം അറിയാവുന്നവർ ഒരുപാട് ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ഈ LED ബോർഡും അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് പുള്ളിക്ക്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്ക് മീനടത്തെ യാക്കോബായ പള്ളിയിൽ നിന്നും ഒരു വർക്ക് വന്നതാണ്. പള്ളിയുടെ മുകളിലത്തെ ആ സെൻറ്ററിലെ ആ വലിയൊരു കുരിശ് അത്രയും ഹൈറ്റിൽ കയറി അതവിടെ റെഡ് കളറിൽ അതിൻ്റെ രണ്ട് വശത്തും റെഡ് കളർ ലൈറ്റ് ആക്കണം എന്നും പറഞ്ഞുകൊണ്ട്, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വർക്കാണ്. അപ്പം ഞാനും വിഷ്ണുവും ഉണ്ടായിരുന്നു അച്ചാച്ചൻ്റെ കൂടെ. അച്ചാച്ചൻ അതിൻ്റെ മുകളിൽ കയറി. അപ്പം ഞാൻ ആ പള്ളിയുടെ തൊട്ടുമേലത്തെ ആ ഒരു അവിടെ കയറി നിൽക്കുകയാണ്. വിഷ്ണു താഴെയാണ് നിൽക്കുന്നത്. വിഷ്ണു താഴെ നിന്ന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എടുത്ത് ഈ ഏണി വെച്ചേക്കുന്ന അതിലേ എടുത്ത് മേളിൽ കൊണ്ടുവന്ന് തരും. ഞാൻ അവിടെ നിന്ന് മേളിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു വർക്ക് നടന്നില്ല. അത്രയും ഹൈറ്റ് ആയിരുന്നു. അപ്പം ഞാനും 1-2 പ്രാവശ്യം അതിൻ്റെ മുകളിൽ കയറി അവിടെ കുറച്ച് സാധനങ്ങൾ എടുത്ത് കൊടുക്കാനും കാര്യങ്ങളും ഹെൽപ്പിങ്ങിന് വേണ്ടിയൊക്കെ നിന്നു. നല്ല ഒരു റിസ്ക് പിടിച്ച പരിപാടിയാണ് ഇത്. അതുകൊണ്ടാണ് പലരും ഇത് ഏറ്റെടുക്കാനൊക്കെ തയ്യാറാകാതെ നിൽക്കുന്ന കാര്യം. അത്രയും റിസ്ക് ആണ്. അത്രയും മുകളിൽ കയറി ഈ ഇത് വെച്ചിട്ട് ഇറങ്ങി വരണം, കുരിശ് വെച്ചിട്ട് ഇറങ്ങി വരണം. ഒരു റിസ്കി ജോബ് തന്നെയാണ്. കുരിശെടുത്ത് വെക്കുന്നതിന് വേണ്ടിയുള്ള സ്കഫോൾഡിംഗ് ഒക്കെ പള്ളിക്കാർ തന്നെയാണ് ഇട്ട് തന്നത്. പിന്നെ പള്ളിയിലെ കുറേ ആളുകളും അച്ഛനടക്കമുള്ള ആളുകളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെയും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നൊക്കെ ചോദിച്ച് ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് അവിടെ കൂടെ ഉണ്ടായിരുന്നു. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെയൊക്കെ പരിചയത്തിൽ എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അച്ചാച്ചൻ്റെ നമ്പറും കൂടെ ഈ വീഡിയോയ്ക്കൊപ്പം ചേർക്കുന്നുണ്ട്. ഇതുപോലെ കുരിശ് വെക്കുന്ന വർക്കോ ലൈറ്റ് ബോർഡിങ്ങോ LED ലൈറ്റ് ബോർഡോ അങ്ങനത്തെ കാര്യങ്ങൾ അക്രലിക്കുമായി ബന്ധപ്പെട്ട വർക്കുകളും ഒക്കെ എന്തെങ്കിലും ആവശ്യമുള്ളവർ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. ഇപ്പം വിഷ്ണു താഴെ നിന്ന് എടുത്തു തന്ന ആ ഒരു കുരിശ് ഞാനത് മേളിലോട്ട് ഇങ്ങനെ ആ കയറിലെടുത്ത് സെറ്റ് ചെയ്ത് കൊടുത്തു. പുള്ളി മേളിൽ നിന്ന് അത് മേളിലേക്ക് കയറ്റുകയാണ്. വളരെ സൂക്ഷിച്ച് വേണം ഇത് മേളിലേക്ക് കയറ്റാൻ. കാരണം തട്ടുകയോ മുട്ടുകയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പൊട്ടലും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് അത്രയും കെയർഫുള്ളായിട്ട് വേണം ഇത് കൈകാര്യം ചെയ്യാനായിട്ട്. മേളിൽ കയറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല, ഒരു കുഴപ്പമില്ല. പക്ഷെങ്കിൽ അതുവരെയുള്ള ജോലികൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ കാണാം. അത് ഇത്രയും ഹൈറ്റാണ്, അത്രയും മുകൾ ഇത് കൊണ്ടുപോയി സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേന് ആ കുരിശ് അവിടെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. കാര്യം കുരിശിൻ്റെ അപ്പുറം ഇപ്പുറം, അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഒന്നും തന്നെ ഇല്ല, ഇപ്പുറത്തെ സൈഡിൽ സ്കഫോൾഡിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അവിടെ നിൽക്കാനുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകളോ ഒന്നും തന്നെ ഇല്ല. അപ്പം അത്രയും റിസ്ക്കാണ് ഈ ജോലി എന്ന് പറയുന്നത്. പിന്നെ ജീവിക്കാൻ വേണ്ടി റിസ്കുകൾ ഏറ്റെടുക്കണമല്ലോ, അല്ലാണ്ട് പറ്റത്തില്ലല്ലോ. ജീവിതം തന്നെ ഒരു വെല്ലുവിളിയാണല്ലോ എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ വെല്ലുവിളികൾ ഏറ്റെടുത്താൽ, റിസ്ക് എടുത്താൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പല പ്രാവശ്യവും പലയിടത്തും ഇതുപോലെ പുള്ളി ഇങ്ങനെ കയറുന്ന കാണുമ്പോൾ നമുക്കും തോന്നുന്നുണ്ട് ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു ധൈര്യം, നമുക്ക് മനസ്സിന് അത്രയും ഒരു ധൈര്യം നമുക്ക് വേണം. അല്ലെങ്കിൽ ഇതൊന്നുമല്ല, ഇതിലും വലിയ ഹൈറ്റിലൊക്കെ ഇതുപോലെ സ്കഫോൾഡിങ് വഴി കയറിയിട്ടുണ്ട്. അതൊക്കെയും ഭയങ്കര ഭീകരമാണ്. അതൊക്കെ കാണുമ്പോഴത്തേനൊക്കെ നമ്മൾ അന്നേരം പുള്ളിയുടെ കൂടെ ഹെൽപ്പിങ്ങിന് വേണ്ടി പോയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം. അപ്പം അവിടെ നിന്നപ്പോഴത്തേനും നമ്മളിങ്ങനെ അവിടുത്തെ വ്യൂ ഒക്കെ ഇങ്ങനെ എടുത്തു. വിഷ്ണു താഴെ വണ്ടിയിലിരുന്ന് ഉറങ്ങുവാണ്. അവന് സുഖമാണല്ലോ, താഴെ നിന്നാൽ മതിയല്ലോ. മേളിൽ കയറുന്നത് ഞാനല്ല, അച്ചാച്ചനാണ്. ഇടയ്ക്ക് 1-2 പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ മേളിൽ കയറി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ സൈഡിൽ അവിടെ നിന്നുള്ള ആ വ്യൂ ഒക്കെ ഇങ്ങനെ നമ്മുടെ ക്യാമറയിൽ പകർത്തി. കാര്യം നമുക്ക് പുള്ളി മേളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്കവിടെ ചെന്നിട്ടൊന്നും ചെയ്യാനില്ല. പുള്ളി തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യം. ആ 2 സൈഡിലെയും കുരിശ്, ഈ സ്കഫോൾഡിങ് ഉള്ള സൈഡിലെ കുരിശ് വെക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ അപ്പുറത്തെ കുരിശ് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാര്യം അവിടെ മറ്റ് സപ്പോർട്ടിങ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. കാരണം അവിടെ ചവിട്ടി നിൽക്കാനുള്ള പ്ലാറ്റ്ഫോമോ അപ്പുറത്തെ സൈഡിൽ സ്കഫോൾഡിങ് അങ്ങനെ ഒന്നുമില്ല.
ഒന്നുമില്ലാത്തപ്പം നമുക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം അത്രയും റിസ്ക് പിടിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെയും ചെയ്തത്. അപ്പം ഈ വർക്ക് നമ്മളെ ഏൽപ്പിച്ച പള്ളിയോടും മാനേജ്മെന്റിനോടൊക്കെ ഉള്ളൊരു നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഇതുപോലുള്ള വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാൻ മറക്കരുത്. കുരിശ് വെക്കുന്നത് മാത്രമല്ല, ലൈറ്റ് ബോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ വർക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. അച്ഛനും പള്ളിയിലെ മറ്റ് അംഗങ്ങളും ഒക്കെ തന്നെ ഇവിടെ നിപ്പുണ്ട്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. നമ്മൾ കോട്ടയത്ത് പാമ്പാടിയിലാണ് നമ്മളുടെ വീട്, ഓഫീസ് അവിടെയാണ്. അതുകൊണ്ട് കോണ്ടാക്ട് ചെയ്യുക. നമ്മൾ ആ ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം അതൊരു സക്സസ് ആയി കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ, അതാണിത്. ഈ ലൈറ്റ് കത്തിയത് കാര്യം അത് അവിടെ നമ്മൾ ആ വർക്ക് ചെയ്തിട്ട് ആദ്യമായിട്ട് അവിടെ ആ റെഡ് കളറിൽ ആ കുരിശ് അത് കത്തി നിൽക്കുകയാണ്. അപ്പൊ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ഒരു വർക്ക് സക്സസ് ആയി കംപ്ലീറ്റ് ആക്കാൻ കഴിയുമ്പോഴത്തേനും നമുക്കൊരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ ആ സന്തോഷമാണ് ഈ കാണുന്ന സന്തോഷം. അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഈ നമ്പറിൽ എന്തെങ്കിലും ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. താങ്ക് യു.